ഗൂഗിൾ സെർച്ചിനകത്ത് ഈസ് കോഫി ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് സെർച്ച് ചെയ്താൽ കോഫിയുടെ ഗുണങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈസ് കോഫി ബാഡ് ഫോർ ഹെൽത്ത് എന്ന് സെർച്ച് ചെയ്താൽ കോഫിയുടെ ദോഷങ്ങൾ ഇങ്ങനെ നിരത്തി വരും അല്ലെ. അതേപോലെ സിമിലർ ആയിട്ട് വൈ എ മദർ ഈസ് പാർഷ്യൽ ടുവേർഡ്സ് എൽഡർ സൺ എന്ന് സെർച്ച് ചെയ്താൽ അതിനായിട്ടുള്ള കുറേ റീസൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് സെയിം നമ്മൾ ഗൂഗിളിൽ വൈ എ മദർ ഈസ് പാർഷ്യൽ ടുവേർഡ്സ് യങ്ങർ സൺ എന്ന് സെർച്ച് ചെയ്താൽ അതിന് സൂട്ടബിൾ ആയിട്ട് കുറെ ആൻസേഴ്സ് കിട്ടും. നമ്മുടെ ബ്രെയിനും ഇതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താണ് കറക്റ്റ് എന്ന് വിചാരിക്കുന്നത് അതിന് വേണ്ടി നമുക്ക് ഓരോരോ പ്രൂഫുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുതരും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എപ്പോഴും പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല, ഈ ഒരു രീതിയിലാണ് ഒരു ചിന്തയെങ്കിൽ പിന്നെ ഓരോ ദിവസവും അതിനായിട്ടുള്ള പ്രൂഫുകളായിരിക്കും നമ്മുടെ മുന്നിൽ വരിക. ചെയ്യുന്നതെല്ലാം പ്രശ്നം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അതും ഒരു നന്നായിട്ട് വരില്ല, എന്ത് തുടങ്ങിയാലും അതിൽ പ്രശ്നമായിട്ടേ വരുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരു നന്നായിട്ട് വരില്ല. നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അതിനുള്ളൊരു പ്രൂഫായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക. നേരെ മറിച്ചിട്ട് എൻ്റെ ലൈഫ് നന്നായിട്ട് നടക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നതെങ്കിൽ പിന്നെ ചുറ്റിനും ഒക്കെ ഉള്ളതെല്ലാം നമുക്കൊരു പോസിബിലിറ്റീസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുക. ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റി അല്ല കേട്ടോ. അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ വയേർഡായിട്ടിരിക്കുന്നത്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇനിയും എൻ്റെ ലൈഫ് അങ്ങോട്ട് നല്ലതായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നോട്ട് വരുന്നതെല്ലാം നമ്മുടെ ലൈഫ് നന്നാക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ആയിരിക്കും.